തെറ്റുകളും കുറ്റങ്ങളൊക്കെ എല്ലാ മനുഷ്യന്മാരിലും ഉണ്ട്. പക്ഷെ വിനായകൻ എന്ന ആക്ടറിന്റെ ഒരു ഗുണം മമ്മൂക്ക വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ബെസ്റ്റ് ആക്ടറിൽ നോക്കുകയാണെങ്കിൽ വിനായകൻ ത്രൂ ഔട്ട് ഉണ്ട്. മമ്മൂക്കയുടെ കൂടെ തുടങ്ങിയ ഒരു യാത്രയാണ്. ആ വിനായകനിൽ നിന്നും കളങ്കാവിലെ വിനായകന്റെ ഒരു വളർച്ച മമ്മൂക്ക എങ്ങനെ നോക്കിക്കാണേ? ഞാൻ നോക്കിക്കാണാൻ അതാണ് എന്താണ് തോന്നുന്നത് മമ്മൂക്ക്? ഇങ്ങനെ ഒരു അനുഭവം കൊണ്ട് തന്നെ നോക്കുകയാണ്. കാരണം ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിൻസിയർ ആകുന്നതുകൊണ്ടോ ഫ്രാങ്ക് ആകുന്നതുകൊണ്ടോ ഹോണസ്റ്റി കൊണ്ടോ ഒക്കെ തന്നെ ഒരു ആക്ടർക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആക്ടർ ആകാൻ പറ്റുമോ? നമുക്ക് വേണ്ടി ആരും വേറെ അഭിനയിക്കാൻ പറ്റൂല, നമ്മൾ തന്നെ അഭിനയിക്കണം. അപ്പൊ നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. ഇതൊന്നും പലപ്പോഴും എനിക്കില്ലാത്ത ആളെന്ന് ഇവിടെ ആലോചിക്കണം. ഞാൻ ഒരാൾക്കൊരു ക്വാളിറ്റി പറയുമ്പോൾ ഇതൊക്കെ വിനായകനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ അതേ കാര്യങ്ങളുണ്ട്, അത് വേറെ കാര്യം. അതല്ലാതെ നടനെന്ന നിലയിൽ വളരെ ഡിസിപ്ലിൻഡ് ആക്ടറാണ്, വെരി ഡിസിപ്ലിൻ. നമ്മളിപ്പോൾ ഇത്രയും പടങ്ങളൊന്നുമില്ലേ, വളരെ ഡിസിപ്ലിൻഡ് ആക്ടറാണ്. അത് അത്രത്തോളം നല്ല ക്യാരക്ടേഴ്സ് അയാൾക്ക് വരുന്നുണ്ട്, അത് അയാൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏത് ആക്ടറായാലും ശരി, ഒരു ലോങ് സ്റ്റേ വേണമെങ്കിൽ ഈ ഷുഡ് ബി പെർഫോമിങ്. അയാൾ കൺവിൻസിങ് ആയിരിക്കണം. അത് തന്നെയാണ് വിനായകന്റെ ഏറ്റവും വലിയ വിജയം, വിനായകന്റെ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് എത്തി നിൽക്കുന്നതിന്റെ രഹസ്യവും.